സോ ഗൈസ്, ആ ഒരു പ്രീമിയർ ലീഗ് ആവേശ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച രാത്രിയോടുകൂടി കൊടിയേറാൻ പോവുകയാണ്. വെള്ളിയാഴ്ച രാത്രി, അതായത് ശനിയാഴ്ച പുലർച്ചെ 12:30 ഈ ഒരു സീസണിലെ പ്രീമിയർ ലീഗിലെ ആദ്യത്തെ മത്സരം, അതും കഴിഞ്ഞ സീസൺ പ്രീമിയർ ലീഗ് ചാമ്പ്യൻസ് ആയ ആഴ്സണൽ തന്നെയാണ് ആ ഒരു മാച്ചിൽ കളിക്കാൻ പോകുന്നത്. എന്റെ ആഴ്സണൽ നിരയിൽ സെന്റർ ബാക്ക് സാലിബയ്ക്കുള്ള ഒരു പരിക്കൊഴിച്ചാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഏതായാലും ആഴ്സണലില്ല. ആൻഡ് ദി റെഡ് ഡെവിൾസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ആദ്യത്തെ മത്സരം ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക്. ഹൾ സിറ്റി ആണ് യുണൈറ്റഡിന്റെ എതിരാളികൾ. ആ ഒരു മൈക്കൽ കാരിക് എന്ന ആ ഒരു കോച്ചിന്റെ കീഴിൽ കഴിഞ്ഞ സീസണിൽ ഒരു മികച്ച പെർഫോമൻസ് എടുക്കാൻ യുണൈറ്റഡിന് സാധിച്ചു. ആൻഡ് അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ഈ ഒരു സീസണിൽ ഒരു മികച്ച പെർഫോമൻസ് യുണൈറ്റഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്റെ ആഴ്സണലിനോട് ഒന്ന് തോറ്റെങ്കിലും ലീഗിൽ, പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഉയർത്തെഴുന്നേറ്റേ പറ്റുള്ളൂ. ഞായറാഴ്ച വൈകിട്ട് 6:30 സിറ്റിയുടെ ആദ്യത്തെ മാച്ച് വരുന്നത്. ബെർണമൈത്താണ് സിറ്റിയുടെ എതിരാളികൾ. സിറ്റി നിരയിൽ ആ ഒരു വിന്നർ ഡോക്കുവിന്റെ ആ ഒരു ഇഞ്ചുറി മാത്രമാണ് ഒരു കൺസേൺ ആയിട്ട് നിലവിലുള്ളത്. മാച്ച് വീക്ക് 1 ഞാൻ കാത്തിരിക്കുന്ന മത്സരം ഈ ഒരു മാച്ചാണ്. ലിവർപൂൾ വേഴ്സസ് ന്യൂകാസിൽ യുണൈറ്റഡ് പോരാട്ടം ഞായറാഴ്ച രാത്രി 9 മണിക്ക്. അതൊരു 1-1.5 മാച്ച് തന്നെയായിരിക്കും. ഒരു കാരണവശാലും നിങ്ങൾ മിസ്സാക്കണ്ട. തിങ്കളാഴ്ച രാത്രി, അതായത് ചൊവ്വാഴ്ച പുലർച്ചെ 12:30 ചെൽസിയുടെ ഈ ഒരു സീസണിലെ ആദ്യത്തെ മത്സരം. സോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഈ ഒരു പ്രീമിയർ ലീഗ് സീസണിൽ ഏറ്റവും ബെസ്റ്റ് ടീം, ഏറ്റവും മികച്ച താരനിരയുള്ള ക്ലബ്ബ് ഏതാണ്? ഈ ഒരു പ്രീമിയർ ലീഗ് ടൈറ്റിൽ നേടാൻ എന്തുകൊണ്ട് യോഗ്യരായ ആ ഒരു ക്ലബ്ബ് ഏതാണ്? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം.